കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ അപമാനം നേരിട്ട എഴുത്തുകാരൻ ഇ.ആ. വളപട്ടണം മദ്യപിക്കാതെ തന്നെ മദ്യപാനിയാക്കി ചിത്രീകരിച്ചു. ഗവർണർക്ക് വഴിയൊരുക്കാനെത്തിയ ഉദ്യോഗസ്ഥരാണ് അപമാനിച്ചതെന്നും ഇ.ആ. വളപട്ടണം പറഞ്ഞു. അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി ചേരുന്നവരുടെ അത് പോലീസ് സുഹൃത്തുക്കൾക്ക് എഴുതുന്ന ഒരു കുറിപ്പ് എന്ന മട്ടിലാണ് അത് പുറത്തു വന്നത്. വലിയ വേദന ഉണ്ടാക്കുന്നില്ല. അത് പറയുന്നത് ഇവിടുത്തെ സിസ്റ്റം എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും നന്നാകാൻ വിടില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗം പോലീസുകാരുണ്ട്. FBയിൽ എഴുതിയാൽ അത് സർക്കാരിനെതിരെയും മൊത്തം പോലീസ് സേനയ്ക്കെതിരെയുമാക്കി മാറ്റാൻ അധികം സമയം വേണ്ട. ഒരു ഇടതുപക്ഷക്കാരൻ്റെ വ്യാകുലതകളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഈ പറയുന്ന രീതിയിൽ നേരിട്ട വല്ലാത്ത അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് എല്ലാവരും. ഹാഷ്മി ഇ.ആ. വളപട്ടണം എഴുത്തുകാരനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ പോലീസ് സുഹൃത്തുക്കൾക്ക് വാട്സാപ്പിലൂടെ ഒരു സന്ദേശമായി നൽകി. ആ സന്ദേശമാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അല്പം വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം അയച്ച സന്ദേശത്തിലുള്ളത്. അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള എഴുത്തുകാരൻ കൂടിയാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച, ഗവർണർ ജില്ലയിലുള്ള ദിവസം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഒരു അനുഭവത്തെ പറ്റിയാണ് ആ സന്ദേശത്തിൽ എഴുതിയിട്ടുള്ളത്. കണ്ണൂർ പുതിയ തെരുവിൽ വെച്ച് അദ്ദേഹം അവിടെ നിൽക്കുന്ന സമയത്ത് അല്പം നടക്കാൻ തീരെ വയ്യാത്ത ഒരു വ്യക്തി അവിടെ ഈ റോഡ് മുറിച്ച് കടക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഏറെ നേരം ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല. റോഡിലൊക്കെ ഈ ഗവർണർ കടന്നു പോകുന്നതുകൊണ്ട് പോലീസ് കർശനമായിട്ടുള്ള നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് മുറിച്ച് കടക്കാൻ സാധിക്കില്ല. ഒരു സീബ്ര ലൈനിൻ്റെ തൊട്ടരികിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല. അത് കണ്ടാണ് ഈ വളപട്ടണം അങ്ങോട്ട് എത്തുന്നത്. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനോട് ഈ കാര്യം ചോദിക്കുന്നു. ഇതെന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് ഒന്ന് സഹായിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം ആ പോലീസുകാരനുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ, വാക്കുതർക്കം അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഈ വളപട്ടണം അദ്ദേഹത്തെ, ഈ നടക്കാൻ കഴിയാത്ത ആളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്തു. അതിനിടെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ ഒരു SI എത്തി ഇയാളോട് വളരെ മോശമായി പെരുമാറിയെന്നും വാഹനത്തിൽ കയറണമെന്ന് പറഞ്ഞ് ബലമായി വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മോശമായി പെരുമാറിയെന്നും മദ്യപാനിയായി ചിത്രീകരിച്ചുവെന്നും, അതായത് എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തപ്പോൾ കണ്ണൂരിലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ, മറ്റു ഉദ്യോഗസ്ഥരൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ സ്റ്റേഷനിൽ നിന്ന് SI പറഞ്ഞത് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയെന്നതാണ്. ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാത്ത തന്നെ സ്റ്റേഷനിൽ അത്തരത്തിൽ ചിത്രീകരിച്ച് വളരെ മോശമായി പോലീസിൻ്റെ ഭാഗത്ത് പെരുമാറ്റമുണ്ടായി എന്നതാണ് ഈ സന്ദേശത്തിൽ പറയുന്നത്. പക്ഷേ അതൊരു പ്രശ്നമാക്കാൻ, പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം കടക്കാത്തത് സർക്കാരിനെതിരെയുള്ള ഒരു പ്രശ്നമായി മാറും എന്നുള്ളത് കൊണ്ടാണ് എന്നുകൂടി ആ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ്. ആ സന്ദേശം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്മാരോട് പോലീസുകാർ പെരുമാറുന്നത് എന്നാണ് എൻ്റെ പോലീസ് സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഈയുടെ ചോദ്യം കുറേ നാളുകളായി കുറേയധികം മനുഷ്യർ, ഇടത്, വലത്, കോൺഗ്രസ്, UDF, CPM, LDF, UDF ഭേദമൊന്നുമില്ലാതെ കുറേയധികം മനുഷ്യർ കഴിഞ്ഞ കുറേ വർഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം തന്നെയാണ് പോലീസുകാർക്ക് അയക്കുന്ന കുറിപ്പിൽ ചോദിച്ച് അവസാനിപ്പിക്കുന്നത്. ഓക്കെ.